ഹായ് ഗായ്സ്, ഷുക്ക് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെ പടിഞ്ഞാത്തറ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട കബനി നദിയുടെ പോഷക നദിയായ കരമൻതോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന ബാണാസുര സാഗർ അണക്കെട്ടിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ഇത് 1979 ഇത് നിർമ്മിച്ചത്. പൂർണ്ണമായും മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു അണക്കെട്ടാണ്. വേറെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് കൂടിയാണിത്. ഏഷ്യയിലെ രണ്ടാമത്തെ അണക്കെട്ടാണ് എന്ന് പറയുന്നുണ്ട്. ഇതിന് കുടിവെള്ളം കുറ്റ്യാടി കക്കയം ഡാം ജലവൈദ്യുത പദ്ധതിയിലേക്ക് കുറ്റ്യാടി ഏരിയയിലേക്ക് ജലം എത്തിക്കുക എന്ന ഒരു കർമ്മം കൂടി ഈ അണക്കെട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബാണാസുര എന്ന പേര് വരുന്നത് അതായത് മഹാബലി ചക്രവർത്തിയുടെ മകൻ്റെ പേരാണ് ബാണാസുര. ആ പേരാണ് ഈ അണക്കെട്ടിനിട്ടിരിക്കുന്നത്. ഡാമിൻ്റെ പൂർണ്ണ രൂപമൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് ബോട്ട് സർവീസാണ്, സ്പീഡ് ബോട്ട് സർവീസുകൾ അവൈലബിളാണ്. പിന്നെ ബോട്ട്, വലിയ ബോട്ടുണ്ട്, കുറേ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ പറ്റിയ വലിയ ബോട്ട് സർവീസ് ഉണ്ട്. ഞങ്ങൾ ബോട്ടിലേക്ക് പോവുകയാണ്. നല്ല വൈബാണ്. മെയിനായിട്ട് നല്ല സീനറിയാണ് കാണാൻ പറ്റുന്നത്. പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷമാണ്. നമുക്ക് തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സീനറിയും ബ്യൂട്ടിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ഒരു വൺ ടൈം വർത്ത്ഫുൾ വർത്ത്ഫുള്ളാണ്. കാണാൻ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഗൈസ്, കൂടുതലൊന്നും പറയുന്നില്ല. വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമാണ്. ഒരുപാട് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ അടുത്തടുത്തുണ്ട്. എല്ലാവരും വീഡിയോ കണ്ടിഷ്ടപ്പെടുകയെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ദൂരെ നോക്കുക, ഒരുപാട് മലനിരകൾ. എത്ര മനോഹരമായ പ്രകൃതിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. So worth watchful and have a nice day everyone.